പാകിസ്ഥാൻ. ഫ്രൈഡേ ഒക്കെ അല്ലേ, ഒന്ന് ഔട്ടിങ്ങിന് പോയാലോ? ഞങ്ങൾ നെയ്ബേഴ്സും കൂടി ഒന്ന് ഔട്ടിങ്ങിന് പോവാണ്. യാമി മോള് ഓല കൂടെ വണ്ടി കയറി പോയിട്ടുണ്ട്. ഞങ്ങൾ വരുന്നതിന് മുമ്പേ ഓല് രക്ഷപ്പെട്ടു. സ്ഥലം എത്തിയിട്ടുണ്ട്. നല്ല ട്രാഫിക്കാണ് കേട്ടോ. ഒന്ന് ഫ്രൈഡേ ആണ്, നല്ലൊരു വെതറുമാണ്. കണ്ടോ, തെരുവോര കച്ചവടക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം കിട്ടണേ ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് എവിടെ ദൂരത്ത് കൊണ്ടുപോയിട്ടോ പാർക്ക് ചെയ്തത്. പുറത്തിറങ്ങിയപ്പോൾ തണുപ്പ് ഫീൽ ചെയ്തു. സോ ജാക്കറ്റ് ഇട്ടുകൊണ്ടാണ് ഞങ്ങൾ പോണത്. ദാ സൂ എത്തിയിട്ടുണ്ട്. ഇതാണ് സൂവിൻ്റെ പുറം ഭാഗം കാണാനുള്ള ഭാഗ്യം മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഉള്ളിലേക്ക് എൻട്രി കിട്ടിയില്ല. നമ്മൾ കുറച്ച് ലേറ്റായി. 5 മണിക്കാണ് സൂവിൻ്റെ ക്ലോസിംഗ് എങ്കിലും 3:55 ഇവിടെ എത്തിയാലേ നമ്മൾ ഉള്ളിലേക്ക് കയറ്റുള്ളൂ. കണ്ടോ, മൂഞ്ചി ഇരിക്കണ കണ്ടോ. മൂപ്പർക്കും കയറാൻ പറ്റില്ല, എനിക്കും കയറാൻ പറ്റില്ല, പിന്നെ ഞങ്ങൾ ഫ്രണ്ടിനും കയറാൻ പറ്റില്ല. മറ്റൊരു 5 മിനിറ്റ് നേരത്തെ വന്നുകൊണ്ട് ഒരു രക്ഷപ്പെട്ടു. ഞങ്ങളും എത്തിയതായിരുന്നു. പക്ഷേ ഒരു ഇവിടെ പുറത്താണോ അകത്താണോ എന്ന് അറിയാത്തതുകൊണ്ട് ഞങ്ങളൊന്ന് ഫോൺ ചെയ്യാൻ നിന്നൊരു 5 മിനിറ്റ് ആയിരുന്നു. അതാ എൻട്രൻസ് കിട്ടോ, അവിടെ ഒന്നും ഒരാളില്ലല്ലോ. അവിടെ സെക്യൂരിറ്റി തടഞ്ഞു, ആരും പോകാൻ പറ്റില്ല. ഞങ്ങൾ എത്ര കെഞ്ചിയാലും പോലും ഉള്ളിലേക്ക് കയറ്റൂല കേട്ടോ. ഉള്ളിൽ ആളുണ്ടെന്നൊക്കെ പറഞ്ഞാൽ സാരില്ല, ടൈം കഴിയുമ്പോൾ സെക്യൂരിറ്റി പുറത്തേക്ക് ആക്കിക്കോളും എന്നാണ് പറയുന്നത്. ഈ ഫോട്ടോ എടുക്കണമല്ലൊക്കെ ഞങ്ങളെപ്പോലെ മൂഞ്ചിയവരാണ്. പിന്നെ വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ പരിസരമൊക്കെ കണ്ട് ഫോട്ടോസൊക്കെ എടുക്കുക. ഇവിടെ ഒരുപാട് തെരുവോര കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു ഭംഗിയുള്ളൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. സൂവിൽ കയറാൻ പറ്റാത്ത സങ്കടം ഇവിടെയൊക്കെ വീഡിയോ എടുത്ത് തീർത്തു ഞാൻ. കണ്ടോ, ഒരു കുട്ടിയാണ് ആ ബലൂണ് വിൽക്കുന്നത്. ആ കുട്ടീൻ്റെ ഉമ്മ ഇപ്പുറത്തുനിന്ന് ബലൂണ് വീർപ്പിച്ചു കൊടുക്കുകയാണ്. ആ കുട്ടി അവിടെ പോയിട്ട് വാങ്ങിയിട്ട് ഇപ്പുറം വന്ന് സെയിൽ ചെയ്യണം. ഇതൊക്കെ ഞാൻ കണ്ടുപിടിച്ച കാര്യമാണ്. ഞാൻ കണ്ടില്ലെങ്കിൽ എന്താ, കാണേണ്ട ആള് നന്നായിട്ട് കണ്ടിട്ടുണ്ട്. നമുക്ക് സന്തോഷമായിട്ടുണ്ട് കേട്ടോ. കങ്കാരുനെ കണ്ടോ? ആന ഇരിക്കാ, ടൈഗർ ഇരിക്കാ. ഇഷാൻ എന്നെ പാത്തിട്ട് ഇഷാൻ ഹോഴ്സ് ഉണ്ടായിരുന്നോ? ടൈഗർ ഉണ്ടോ? നോക്കി എന്ത് കണ്ട് പറഞ്ഞോണ്ടാ. അതുപോലെ തന്നെ ഉള്ളിൽ കയറിയവർക്കും മര്യാദക്കൊന്നും കാണാൻ പറ്റില്ല. സെക്യൂരിറ്റീസ് ടൈം കഴിഞ്ഞു എന്ന് പറഞ്ഞ് പെട്ടെന്ന് ആട്ടി വിട്ടിട്ടുണ്ടായിരുന്നു. റിയാസ് സൂ കാണാൻ പോകുന്ന പോലെ എന്തായാലും 2 മണിയാകുമ്പോഴേക്കും അവിടെ എത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ വീണ്ടും വരാമെന്ന പ്രതീക്ഷയോടെ വിടുക. മൂഞ്ചി ഫേസുമായിട്ട് ഞാൻ പോകാട്ടോ. നല്ല സങ്കടമുണ്ട്, സാരമില്ല. അത് തീർക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ള കിങ് അബ്ദുള്ള പാർക്കിലേക്കാണ് വണ്ടി നേരെ വിട്ടത്. ഇവരൊരു പാവങ്ങളായതുകൊണ്ട് എന്നെ കളിയാക്കി കൊന്നില്ല. അയ്യോയ്യോ. യാമിമോള് പാട്ടിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. ഇവളിതാ തുള്ളി ചാടി പോകുന്നുണ്ട്. ഇവിടെ ടിക്കറ്റ് എടുക്കണം. 10 റിയാൽ പ്ലസ് ടാക്സ് ആണ് ടിക്കറ്റ്. പാട്ടിയും കുട്ടികളും എന്താ ടിക്കറ്റൊന്നും എടുക്കാതെ ഇട്ട് അകത്തേക്ക് പോയിക്കുന്നത്. ഓർക്ക് ഈ റൂളൊന്നും ബാധകമല്ല തോന്നുന്നുണ്ട്. പാട്ടിനെയും കുട്ടികളും കണ്ടപ്പോൾ മൂപ്പര് ടിക്കറ്റിൻ്റെ കാര്യം മറന്നു തോന്നുന്നുണ്ട്. മക്കളും പാർട്ടീസൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഞങ്ങളതും പറഞ്ഞ് ചിരിച്ചുകൊണ്ടാണ് ഈ പോണത്. ടിക്കറ്റ് സെക്യൂരിറ്റി കാണിച്ച് ഞങ്ങൾ ഓരോരുത്തരായത് ഉള്ളിലേക്ക് കയറിയിട്ടോ. നല്ലൊരു സെക്യൂരിറ്റി കാക്കിയായിരുന്നു. ഹായ്, ഫൈൻ, ഹൗ ആർ യു? Okay. Pakistan. I am from India. Yeah. Okay. Bye. ഒന്നങ്ങോട്ട് നടന്ന് നീങ്ങിയപ്പോഴേക്കും അവിടെ ഒരു പോപ്കോണിൻ്റെ കട ഉണ്ടായിരുന്നു. പോപ്കോണിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ഓർഡർ ചെയ്തതിന് ശേഷമാണ് അവിടെ പ്രോസസ്സ് ചെയ്യുന്നത്. അതായത് ലൈവാണ് കേട്ടോ. അതുപോലെ കുറച്ച് ലൈസും അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങി ഞങ്ങൾക്ക് അവിടെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും കുറച്ചുകൊണ്ടിരിക്കാമല്ലോ. മക്കൾസിനൊന്നും ഈ വഴിക്കേ കാണാനില്ല കേട്ടോ. ഓല എൻട്രി കഴിഞ്ഞപ്പോൾ ഓല എവിടേക്കോ ഓടിപ്പോയിന്. അപ്പോൾ ഞങ്ങൾ ഓല തിരഞ്ഞുകൊണ്ട് പോവുകയാണ്. ഉള്ളതൊരു പാർക്കിൽ സെറ്റായിട്ടുണ്ട്. ഞങ്ങളും ഇതേപോലെ കൂടെ ജോയിൻ ചെയ്തു കേട്ടോ. അവിടുത്തെ നിറയെ ആളുകളുണ്ട്. നല്ലൊരു ക്ലൈമറ്റും നല്ല കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ എത്തിയത്. അത് നല്ല ആസ്വദിക്കാൻ പറ്റുന്നൊരു സമയം. അതുപോലെ ഇതാക്കണം കുറച്ച് കച്ചവടക്കാരൊക്കെ ഉണ്ട്. വലിയ ഏരിയ ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ പാർക്കും ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓരോ ചെടീൻ്റെ അടിയിലും നല്ല പോലെ വെള്ളം വരുന്നുണ്ട്. ആ പാർക്കിൻ്റെ ബാക്ക് സൈഡിൽ കണ്ട ഒരു ഇഗ്ലു പോലെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി മറന്നു. സമയം ഈവനിങ് ആയി തുടങ്ങി. ലൈറ്റുകളൊക്കെ ഓണായി തുടങ്ങി. ഇതാ ഇരുട്ടായിട്ടുണ്ട് കേട്ടോ. 6:15 ആയപ്പോഴേക്കും വാട്ടർ ഷോ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ സൗണ്ട് കേട്ട് ഞങ്ങൾ ആ സ്ഥലത്തേക്ക് ഓടിപ്പോയിട്ടോ. എത്ര സമയം ഉണ്ടാവുമെന്നൊന്നും അറിയില്ലല്ലോ. പക്ഷേങ്കിൽ 10 മിനിറ്റോളം ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ മ്യൂസിക്കും കൂടി കേൾക്കുമ്പോഴാണ് അതിൻ്റെ ഒരു രസം കിട്ടുക. പാട്ടിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നിന്ന് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ യാമിമോൾ ഇടുന്നോ ഓടി വന്ന് ഇതാ ഗ്രില്ലിൻ്റെ കൂടിയൊക്കെ നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അവിടെ നിന്ന് തെന്നി വീണ് മേലാകെ ചെളിയായി. പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടോ എന്നിട്ടാണ് തിരിച്ച് പോണത്. പോകുമ്പോൾ ഇങ്ങനെ സ്റ്റെപ്പുകളൊക്കെ കാണുന്നുണ്ട്. 30 അതൊന്നും വെറുതെ വിടില്ല. അതിമേലൊക്കെ കയറിപ്പോയിട്ടുണ്ട്. തണുപ്പ് കൂടി വരികയാണ്. സോ ഞങ്ങൾ പുറപ്പെടുകയാണ്. കുഞ്ഞു മിനിപ്പാപ്പ ഞങ്ങളെ കൂടെ ഉള്ളതല്ലേ. എന്താ യാമിമോളെ കളി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഇടയിൽ പാട്ടി വരുന്നില്ല എന്ന് പറഞ്ഞൊരു കച്ചറ ഉണ്ടാക്കുന്നുണ്ട്.
പാട്ടിൻ്റെ കൈയും പിടിച്ച് യാമിയും ക്യാമറ പിടിച്ച് ഞാനും ഇതാ വീട്ടിലേക്ക് പോവുമായി. സെക്യൂരിറ്റിക്കൊക്കെ ഞങ്ങളെ മറന്നിട്ടില്ല കേട്ടോ. ഞങ്ങൾക്ക് ടാറ്റ ബൈ ബൈ തന്നെ ഞങ്ങളെ യാത്രയാക്കി. അപ്പോൾ ഓക്കെ ബൈ ബൈ.